കണ്ണനും മഹാലക്ഷ്മിയും തമ്മിൽ പിരിഞ്ഞെന്നറിഞ്ഞതോടെ മോക്കൊരു പുതിയ ജീവിതം കിട്ടിയതുപോലെ. അല്ല, ഞങ്ങൾക്കും അങ്ങനെ തന്നെ. അല്ല, വലിയ 2 കവറൊക്കെ ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. കവറിൽ പലഹാരം ആയിരിക്കുമല്ലോ. പിന്നല്ലാതെ ഒരു കവറില് മോൾക്കുള്ള പലഹാരം, പിന്നെ മറ്റേ കവറില് എല്ലാം നഷ്ടപ്പെട്ട് കരച്ചിലടക്കി മുറിക്കകത്തിരിക്കുന്ന കണ്ണന് കൊടുക്കാനുള്ള പലഹാരം. എവിടെ ഒരുത്തിയുടെ വഞ്ചന കാരണം എല്ലാം നഷ്ടപ്പെട്ട കണ്ണൻ കുഞ്ഞെവിടെ? അയ്യോ, ഭാര്യ ദൈവങ്ങൾക്കും മുകളിലാണെന്നും പറഞ്ഞ് നടന്ന് അണ്ണാൻ കുഞ്ഞും മുകളിലുണ്ട്. ദുർഗേ, ഞങ്ങൾ അവനെ ഒന്ന് കാണാനും അവനെ ആശ്വസിപ്പിച്ചിട്ട് അവന്റെ മനസ്സിൽ തീ കോരി ഇടാനും കൂടി വേണ്ടിട്ടാ വന്നേ. ആ, അതെ അതെ, എന്റെ ദുർഗെ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് അവളും അവനും കൂടെ വിരുന്നിന് എന്റെ വീട്ടിൽ വന്നപ്പോ ഞാൻ നല്ല ഭാഷയിൽ അവനോട് പറഞ്ഞതാ, അവളെ സ്നേഹിക്കുന്നതും മൂർഖം പാമ്പിനെ സ്നേഹിക്കുന്നതും ഒരുപോലെയാണെന്ന്. എന്നിട്ടിപ്പോ കൊത്ത് കിട്ടിയില്ലേ? ആ, അതെ അതെ. ആ, ഈ പാമ്പ് കടിക്കുന്നതേ കാലിലെ ഞരമ്പിലൊക്കെ ആയിരിക്കും. ഇത് ചക്കിനിട്ട് തന്നെ കൊത്തിയില്ലേ? അത്രയ്ക്കായിരുന്നു 2ന്റെ അഹങ്കാരം. ഇനി 2 പറയരുത് മോളെ, അവളുടെ അഹങ്കാരം എന്നേ പറയാവൂ. കണ്ണനെ ഇനി നമ്മൾ നമ്മുടെ കൈവെള്ളയിൽ കൊണ്ടു നടക്കണം. അവന്റെ കയ്യിലുള്ളതൊക്കെ നമ്മുടെ കയ്യിലാവുന്നത് വരെ. അതെ മോളെ, ഇങ്ങോട്ട് വന്നേ. ഇവിടെയാണ് മോളും ഉണ്ണിയൊക്കെ മിടുക്ക് കാണിക്കേണ്ടത്. നിങ്ങൾക്ക് എത്രയും പെട്ടെന്നൊരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിനെ കണ്ണന്റെ മടിയിലേക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഈ കുഞ്ഞിനോട് പറയണം, കണ്ണൻ കുഞ്ഞിന്റെ വലിയച്ഛനല്ല, അച്ഛനാന്ന് പറയണം. അങ്ങനെ ആ കുഞ്ഞിനെ സ്നേഹിച്ച് അവസാനം അവൻ എന്തൊക്കെ സ്വന്തമായിട്ടുണ്ടോ അതൊക്കെ അവൻ നിങ്ങൾക്ക് ദാനമായി തന്നിട്ട് പോണം. ദേ അമ്മേ, അവൻ ഇനി പിടിവിട്ട് അവളുടെ പിന്നാലെ പോകാതിരിക്കാൻ ഞങ്ങൾ ഇവളെ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുക. അത് ഞാൻ അറിഞ്ഞു. ഈ വാമദേവൻ കിടപ്പിലായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവനോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. മോളെ, കൊച്ചേ, ദേ മുറുക പിടിച്ചോണം, വട്ടം പിടിച്ചോണം. അവൻ വഴുതി പോകാനുള്ള സാധ്യതയുണ്ട്, വരാലിനെ പോലെ. അതുകൊണ്ട് അവന്റെ മനസ്സിൽ കയറി കൊളുത്തി പിടിച്ചോണം. ഇടതുകാലിനൊപ്പം അവന്റെ വലതുകാലും അനങ്ങി തുടങ്ങി. അത് കേട്ടപ്പോഴേ ആദ്യമൊക്കെ എനിക്കും അമ്മയ്ക്കും മോക്കും ഒക്കെ അതൊരു ഞെട്ടലായിരുന്നു. എന്നാലേ ഇനി അതിന്റെ ആവശ്യമില്ല. ഇടതും വലതും അനങ്ങിയവൻ നാളെ നടന്നു തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റൊരു കല്യാണത്തെ പറ്റി പിന്നെ മോള് ചിന്തിക്കണ്ട. കണ്ണന്റെ ഭാര്യയായിട്ട് പിന്നെ മഹാറാണിയെ പോലെ മോൾക്ക് ഇവിടെ ജീവിക്കാം, എന്റെ കുഞ്ഞിനെ സ്നേഹിച്ചോണ്ട്. അതെ, വാമേട്ടൻ ഒരുപാട് മോഹിച്ചതാ കണ്ണന്റെ സ്വത്തുക്കള്. അതിനേക്കാളും ആഗ്രഹിച്ചതാ മേഘനും. എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നടക്കാൻ ദൈവം കൊണ്ടു തന്ന അവസരം ഇത്. ഈ അവസരത്തെ നമ്മൾ നന്നായിട്ട് മുതലാക്കണം മോളെ. എന്തായാലും മോൾക്കിപ്പ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. കണ്ണൻ വീട്ടിനകത്തുള്ളപ്പോ അവന്റെ പിന്നാലെ ഇങ്ങനെ ചുറ്റിത്തിരിയുന്നുണ്ട്. ഇനി ഒരു കാരണവശാലും കണ്ണൻ മഹാലക്ഷ്മിയെ പറ്റി ഓർക്കാനോ അവളുടെ പിന്നാലെ പോകാനോ പാടില്ല. അവളെ അവൻ മറക്കാനുള്ള മരുന്നാ ശരിക്കും പറഞ്ഞ അവന്റെ മുറപ്പെണ്ണായ മോള്. ഇതൊക്കെ ഏത് നേരവും ഞങ്ങൾ ഇവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതെ, ഒരിക്കൽ മനഃപൂർവ്വം മോള് കൈവിട്ട മുതലാണ് കണ്ണൻ. ഇനി അത് കൈമോശം വരരുതെന്ന് മോളും ആഗ്രഹിക്കുന്നുണ്ട്.